വി ആർ ലവ് 2.0 പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പപ്പയ്ക്ക് തീർത്തും വയ്യ കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടാകും പപ്പയ്ക്ക് എന്താണ് പറ്റിയത്, കൈക്ക് എന്ത് പറ്റി, അതുകൊണ്ട് തന്നെ എന്താണ് ഡള്ളായിട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ കുഞ്ഞാക്ക് കുറച്ച് മാച്ചിങ്ങനെ പോയതുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ് പപ്പ നമ്മുടെ മെയിൻ ചാനലിൽ നിൽക്കാത്തത്? പപ്പ വരുമ്പോ തന്നെ മെയിനായിട്ട് ലേറ്റ് ആവും. പിന്നെ ഞാൻ പപ്പാനെ ഈ വാശി എന്താ വഴക്കൊക്കെ ഉണ്ടാക്കി ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് എന്റെ പിന്നെ നടത്തും. ഞാൻ ഏഴേകാലത്താകുമ്പോ ഞാൻ പോകും, വൈകിട്ട് 8:30 ആകുമ്പോൾ ഞാൻ പോകും. ഞാൻ പോകുമ്പോ എഴുന്നേക്കത്തില്ല, ഞാൻ അപ്പൊ ഇങ്ങനെ നഗ്നമായി സത്യങ്ങളൊക്കെ വിളിച്ചു പറയരുത്. പിന്നെ കൈ എങ്ങനെയാണ് മുറിഞ്ഞെന്ന് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ ചാനലിൽ. അപ്പം കൈ മുറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പ നമ്മുടെ മേളിലോട്ട് ഷീറ്റൊക്കെ കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പം ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടപ്പോ അത് ആള് വലിച്ചതാ, അപ്പത്തേക്ക് വീണാണ് ശരിക്കും ദേഹം മുറിഞ്ഞാണ് കേട്ടോ. കൈ മാത്രം മുറിഞ്ഞു. ഇപ്പൊ 3 സ്റ്റിച്ചൊക്കെ ഉണ്ട്. ഇന്ന് പോയി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് വന്നു. ഞാൻ കേട്ട സ്റ്റിച്ച് ഇട്ടു ഞാൻ ഉച്ചക്ക് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയില്ല. അത്യാവശ്യം ഇവിടുത്തെ ഇത്രത്തോളം കീറിയിട്ടുണ്ട്. അതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ വലിച്ച വഴിക്ക് എന്റെ കാല് സ്ലിപ്പായി ഫ്രണ്ടിലോട്ട് പോയി. ഇത് ഒരു 3-4 പൈപ്പിങ് എന്റെ നേരെ വന്നു. ഞാൻ ഇങ്ങനെ തട്ടിയത് എന്റെ നെഞ്ചിട്ട് ഇടിച്ചു. പിന്നെ നമ്മുടെ ആമിക്കുട്ടി ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. സമയം നോക്കി ഞങ്ങൾ എടുത്തതാണ്. വിച്ചൂസും കുഞ്ചൂസും ഒക്കെ ഇവിടെ ഉണ്ട്. ശ്രീകുട്ടിനും ഇപ്പൊ പോയൊക്കെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പോയി. അപ്പൊ നമ്മളിന്ന് വന്നേക്കുന്നത് നിങ്ങളെ കുറെ നാളായിട്ട് ഞാൻ പറ്റിച്ചോണ്ടിരിക്കട്ടോ ഒരു Q&A ചെയ്യാൻ. Q&A ഇപ്പൊ ഏകദേശം 2 ആഴ്ചയെന്ന് തോന്നുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട്. അപ്പം ഇതുവരെ അത് പപ്പായുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും പപ്പായും അമ്മയും കൂടി ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം പപ്പ ലേറ്റ് ആയിട്ട് വരുന്നോണ്ടൊക്കെ അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് അത് ചെയ്യാം എന്ന് വിചാരിച്ചു. കൈക്ക് വയ്യാതെ മാത്രം എന്തെങ്കിലും പ്രശ്നമില്ല, നമ്മൾ അത് അവിടെ തന്നെ പരിഹരിക്കും. അല്ലാണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ രാവിലെ 7:30 പോകും, തിരിച്ച് രാത്രി വരും. രാത്രി വരുമ്പോ അവരെല്ലാം ജിമ്മിലും ഞാൻ വന്ന് കഴിക്കും, കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. പപ്പയ്ക്ക് യാതൊരു പണക്കില്ല, നമുക്കും ഇല്ല. നേരത്തെ വീട്ടിലെ കാണുമ്പോ ഞാൻ വീട്ടിൽ ഇരിക്കുവായിരുന്നു. എനിക്ക് ബേക്കറിയിലുള്ള പണിയാണ്. ബേക്കറി ഇപ്പം ആൾക്കാരുടെ ഒഴിവുള്ള സമയത്താണ് എനിക്ക് അന്നേരം പണി ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ ബേക്കറിയുടെ അനുസരിച്ച് ഞങ്ങളൊരു ദേവ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോഴ്സ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആ സ്റ്റോഴ്സിലാണ് എന്റെ ഇപ്പൊ പണി. ഇപ്പം സ്റ്റോഴ്സിൽ ആൾ കുറവാണെങ്കിൽ ബേക്കറി വരും, ബേക്കറി ആൾ കുറവാണെങ്കിൽ ഞാൻ രണ്ടിടത്ത് നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നും പോകാതിരിക്കാൻ പറ്റുകയില്ല. അത് എന്നെ കണ്ണനും അവിടുത്തെ ഓണറായ എന്റെ ഓണർ കണ്ണനും എപ്പോഴും കാണത്തില്ലല്ലേ. അപ്പൊ ആരേക്കും അവിടെയൊക്കെ പോകും. അവനായിട്ട് കൊണ്ടുപോയി ആശുപത്രി നമ്മള് കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് കേട്ടോ. പക്ഷെ പപ്പ അതിനിപ്പുറം തന്നെ ഇല്ല, കുഴപ്പമില്ലെന്ന് പോയി. അവിടെ ചെന്നത്തേക്ക് അവര് വഴക്ക് വന്ന് അവര് കൊണ്ടുപോയി കേട്ടോ. അതിനകത്തൊരു നഗ്നമായ സത്യമുണ്ട്. അപ്പൊ ഇവിടുന്ന് ഞാൻ പറഞ്ഞു, അപ്പുവിനെ വിളിച്ചിട്ട് എനിക്ക് ആശുപത്രി വന്നിട്ട് അപ്പൊ കേൾക്കത്തില്ല, പോയില്ല ഞാൻ പോവാടി, കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട് പോയി പറയാൻ പിന്നെ ഞാൻ കണ്ണനെ വിളിച്ചു പറഞ്ഞു, മോനെ കൈ മുറിഞ്ഞിരിക്കുവാടാ, പോന്നിട്ടുണ്ട് നല്ല പിള്ളേരാ. അതുകൊണ്ട് പിന്നെ അന്നേരത്തിന് അതുങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ അവരുടെ കൊടുക്കും. ആദ്യത്തെ അനൂസ് ആളാണ് ഇട്ടേക്കുന്നത്. കുഞ്ചൂസ് അരുണ് അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന അരുൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. വിഷ്ണു, ഇവർ 3 പേരെയും കുറിച്ച് എന്താണ് അഭിപ്രായം? സിന്ധു അമ്മയുടെയും പപ്പയുടെയും അമ്മയുടെയും കൂടെയാണ് ക്വസ്റ്റ്യൻ. 3 മക്കളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ മക്കളും മരുമക്കളും ഇല്ല. ഇവിടെ മക്കളൊന്നും മരുമക്കളും ഉള്ള ഇതില്ല. അമ്മുനെ അപ്പുനെയും അമ്പിളിയെ നമ്മള് വഴക്ക് പറഞ്ഞ അതേപോലെ തന്നെ വഴക്ക് പറയും. അമ്മുനെയും അമ്പിളിയെ എങ്ങനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ അവര് 3 പേരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ പിന്നെ വഴക്കൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് പിരിയുന്നുണ്ടോ നടത്തില്ല. കുടിച്ചൊക്കെ നോക്കുന്നുണ്ട് 2 പേര്. അത് അങ്ങനെ 6 മക്കള്. അതിനകത്ത് വേർതിരിവൊന്നുമില്ല. താഴെ ഇരുന്ന് നടുപിടിച്ച് വീണപ്പോ മറ്റേ കുഞ്ചു വന്ന് എന്റെ 2 കഷ്ടത്തിനടക്കം പൊക്കിയാ കുറച്ചുകൂടെ എനിക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അവളോട് ചവിട്ടിനകത്തോടെ കമ്പി കയറിപ്പോ വീഴ്ച നടത്തിക്ക് ഞാൻ സെറ്റായി പോയി. അവൾ പക്ഷെ ചാടി ഇറങ്ങി എങ്ങനെ കൊണ്ട് വലിച്ചു പൊക്കി എണീപ്പിച്ചു കേട്ടോ. കൈകാലത്തിക്കൂടെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വീണ. അയ്യോ ദൈവമേന്ന്. അപ്പം പറഞ്ഞു എന്റെ ഉദ്ദേശം വെച്ചാൽ മരുമക്കള്
മക്കളൊന്നുമില്ല, എല്ലാം മക്കളാണ്. എല്ലാത്തിനും ചീത്ത പറയാം, എല്ലാത്തിനും തല്ലി, എല്ലാത്തിനും എന്നാ വേണം ചെയ്യും. അപ്പൊ രണ്ടാമത് അനുത്വം എന്ന് പറയുന്നതാണ് കേട്ടോ. ഈ ചോദ്യം വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പപ്പയോടും സിന്ധുവമ്മയോടും ആണ് കേട്ടോ ചോദ്യം. വിഷ്ണുവിനെ ആദ്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? വിഷ്ണുവിനെ ആദ്യം ഞാൻ കണ്ടത് വെച്ചാൽ കൊരട്ടിപ്പള്ളിയുടെ അവിടെ വെച്ചാൽ. പക്ഷെ വിഷ്ണു എനിക്കറിയത്തില്ലായിരുന്നു. വിഷ്ണുവിനെ കൊരട്ടിപ്പള്ളിയുടെ അവിടെ വെച്ച് കണ്ട് ഞാൻ വിഷ്ണുവിനെ തൃശ്ശൂർ വെറൈറ്റി മാവ് എടുക്കാൻ പോകുന്ന സമയമായിരുന്നു. എന്നും ഒരു കടയിലെ പരിപാടിക്കായിട്ട് ഞാൻ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വണ്ടിയെ ഞാൻ പോകുമായിരുന്നു. മാവ് എടുക്കാൻ പോകുന്ന സമയത്ത് തൃശ്ശൂർ പിന്നെ വെറൈറ്റിയിൽ നിന്ന് മാവ് എടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിച്ചാൽ എന്നാ ചോദിച്ചാൽ ഇങ്ങനെ സ്ഥലത്താണ്. ഇപ്പോൾ ഭയങ്കര മഴ, തിരുമഴയാണ്. അന്നേരം ഈ പള്ളിയുടെ ഇപ്പുറത്തോട്ട് മാറ്റി വണ്ടി പാർക്ക് ചെയ്യാൻ പോകും. ഒരു അരമണിക്കൂറിൻ്റെ ആശം വന്ന മഴ. അങ്ങനെയാണ് അതിനെ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. അതെ, വന്നിട്ട് എന്നോട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കുഴപ്പമില്ല, കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഫോണിൽ കൂടെ അതൊക്കെ കാണുകയും പുറമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കണ്ടത് അവർ രണ്ടുപേരോട് വന്നപ്പോഴാണ്. ഒരു കുഴപ്പമില്ല, ഏതായാലും അതെ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് കേട്ടോ. ബിജുവിനെ അത് കണ്ടപ്പം എല്ലാരും നല്ല അഭിപ്രായം. അതിപ്പോ ആര് പുത്തനായിട്ട് കാണുന്നവരായാലും നല്ല അഭിപ്രായമാണ് കേട്ടോ പറയാറ്, മോശമായിട്ടൊന്നും പറയാറില്ല. അടുത്ത ശ്രീലക്ഷ്മി എസ് എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. സിന്ധുവമ്മയുടെ കയ്യിൽ നിന്നും അപ്പുചേട്ടനും അമ്മൂസിനും വികൃതി കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ള നിമിഷം ഏതാണ്? സിന്ധുവമ്മ എന്നുള്ള ആൻസർ പറഞ്ഞു. എനിക്കിട്ടും കുഞ്ഞാനിക്കിട്ടും അമ്മ ഏറ്റവും കൂടുതൽ എന്ത് വികൃതി കാണിച്ചപ്പോഴാണ് അടി തന്നിട്ടുള്ളത്? എപ്പോഴും തന്നിട്ടുണ്ട്. എന്തായാലും കുഞ്ഞുകാരി കാണിച്ചാൽ ഞാൻ കുഞ്ഞിന്റെ നല്ലപോലെ വഴക്ക് പറയുകയും ഞാൻ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിലെ നല്ലപോലെ വഴക്കൊന്നുമല്ല കേട്ടോ, എടുത്തിട്ട് അടിക്കുന്നത്. നല്ല വഴക്കുന്ന ഏറ്റവും ഭയങ്കരമായിട്ട് കാണിച്ചിരുന്ന ഒരു പാലിന് വേണ്ടിയിട്ട് ഒരു 100 രൂപ കൊടുത്തു വിട്ടു. അന്ന് 100 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1000-2000 വരെയാ. അത് കൊടുക്കാൻ മറന്നുപോയി. സ്കൂളിൽ പോയപ്പോ കൊടുത്തു വിട്ടിട്ട് പാലിന്റെ കാശ് കൊടുക്കാൻ മറന്നു വിട്ടു. അന്ന് ഞാൻ 2 പേർക്ക് കൊടുത്തു. ശരിക്കും അതാ ഏറ്റവും ഭയങ്കരമായിട്ട്. അതെന്നിട്ട് പക്ഷെ എനിക്ക് വേറെ മാറ്റി വെച്ച് മറന്നുപോയി. പൈസ എവിടെ വെച്ച് നമുക്ക് അറിയത്തില്ല. അതെ, അതിന് പൈസ കിട്ടി. പപ്പാടെ ഒക്കെ എടുത്ത് വന്നതിന് ശേഷം രണ്ടും ഭക്ഷണമായി പോയത്. അത്ര നാളെ നല്ലതായിട്ട് അടിക്കുന്നത് കേട്ടോ. സിന്ധമ്മയുടെ ചേട്ടന്മാരൊക്കെ ഇപ്പോഴും അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. തടിയന്മാരായി പിള്ളേര്, വലിയ പിള്ളേര്. പക്ഷെ മടലായിട്ടുണ്ടെങ്കിൽ മടൽ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ അടുത്തത് ശ്രീലേഖ എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. അപ്പു എല്ലാവരെയും സഹായിക്കുന്നു, അത് അമ്മയോടും പപ്പയോടും ചോദിക്കുമോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാമോ? അപ്പൊ ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന നിങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്? ചോദിക്കാൻ ഒരു ഭാഗ്യം ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും ഒരു ഭാഗ്യം ചോദിക്കാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചാലേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ചോദിച്ചിട്ട് അറിയാതെ നമുക്കറിയില്ല. അങ്ങനെ ഇതില്ല. അവന്റെ മനസ്സിൽ ആര് പറഞ്ഞില്ലെങ്കിലും പപ്പായ്ക്ക് അറിയത്തില്ലായിരിക്കും അത്രയും. പക്ഷെ എനിക്കറിയാം കറക്റ്റ് ആർക്ക് എന്നാ ചെയ്യുന്നു, അവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഇന്നും അറിയാതെ അവൻ എന്തെങ്കിലും ചെയ്താലും നാളെ കറക്റ്റായിട്ട് എന്നോട് അത് ഉറപ്പായിട്ട് പറയാം. അമ്മ ഇന്നോടൊക്കെയാണ് അത് ചെയ്തായിരുന്നു കേട്ടോളൂ. അല്ലാതെ അങ്ങനെ വേറെ ഒന്നും പറയാനൊന്നും ചെയ്യത്തില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. അടുത്തത് സിന്ധുവമ്മ അമൽ ബ്രോയിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായുള്ള കാര്യം. അവൻ നല്ലൊരു മനസ്സുണ്ട്. എന്നെമാതിരി തന്നെ മുൻചുണ്ടിയാ. പെട്ടെന്ന് തുണ്ടൻ രണ്ടേന്നാക്കുന്ന സ്വഭാവം. അത് തന്നെ എന്റെ സ്വഭാവം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ മനസ്സിനൊന്നും വെച്ചോണ്ടിരിക്കില്ല. അത് തന്നെ അപ്പൂനുണ്ട്. പക്ഷെ അപ്പൂന് നല്ലൊരു മനസ്സിനുടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരവന്റെ മുമ്പിൽ ഒരു സങ്കടം പറഞ്ഞാലും അവന്റെ 1 രൂപ ഉള്ളെങ്കിലും അല്ലെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണെങ്കിലും അവന് കൊടുക്കാൻ ഒരു മനസ്സുണ്ട്. അത് അതിനെ കാണുന്ന വീട്ടിൽ പോയി പഠിച്ചത് പപ്പായി അത് പറയുന്നത് ഉറപ്പാണ്. പപ്പായിൽ നിന്നാ പഠിച്ചത് കേട്ടോ. ആ ചേച്ചിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പയ്ക്ക് സിന്ധുവമ്മയിൽ കാണുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പപ്പ ആഗ്രഹിച്ച വൈഫാണോ ഞങ്ങളുടെ സിന്ധുവമ്മ? സത്യം പൊതുവെ വിളിച്ചു പറയുന്നത് അടുത്ത കണ്ണൻ കിട്ടിയിരിക്കുന്ന ഇതാണ് കേട്ടോ. അമ്മുവും കുഞ്ചുവും തമ്മിൽ തല്ലുപിടി കൂടാറുണ്ടോ? അതായത് നാത്തൂൻ പോര് ഇല്ല കേട്ടോ. ഇന്നുവരെ ഞങ്ങള് രണ്ടുപേരും ഭയങ്കര കൂട്ടായിട്ട് പോകുന്നുണ്ട്. എന്നാ ഒരു സാധനമാണേലും അവളാണേലും മേടിച്ചാൽ അങ്ങോട്ടും ഇവളാണേലും മേടിച്ചാൽ ഇങ്ങോട്ടും കൊടുത്തൊക്കെ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏത് സമയം അവള് കുഞ്ചൂസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുള്ളൂ. ഞാനും പപ്പായും മരിച്ചു പോയാലും അമ്പിളിയും അമ്മും കയറി വന്നാൽ ഇവിടെ നിങ്ങൾ കഞ്ഞിയും കാന്താരിയാണോ തിന്നുന്നത് അതിന്റെ ഒരു ഓഹരി കൊടുത്തേക്കണം എന്താ പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്പിളിക്കാണെങ്കിലും അമ്മൂനാണേലും അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ എന്റെ മകളുടെ ഇച്ചിരി കുശുമ്പോ ഞാൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പം ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ ഒരു കുശുമ്പം പഴക്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയൊരു വാക്കുകൾക്കും പോലും ഞങ്ങൾ ഉണ്ടായിട്ടില്ല.
ഉണ്ടാകാതിരിക്കട്ടെ. അതൊന്നും കാണാനുള്ള ഇടയിൽ ഞങ്ങൾക്ക് വരുത്തരുത്, അങ്ങനൊന്നും ആയിരിക്കരുത്. പിന്നെ അടുത്ത ചോദ്യം കുഞ്ചു ആണ് കേട്ടോ. കുഞ്ചു എന്ന് ചോദിച്ചാണ് കേട്ടോ. അമ്മു ചേച്ചിക്ക് ഇടുക്കിയാണോ ഇഷ്ടം അതോ ഞങ്ങളുടെ മാളയാണോ ഇഷ്ടം? അത് അല്ല, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞേ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇടുക്കിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മള് കെട്ടിച്ചു വിട്ട കെട്ടിയവന്മാരുടെ വീടാണ് ഏറ്റവും വലുതെന്നാണ്. പക്ഷെ മനസ്സ് വിട്ട് പറയുകയാണെങ്കിൽ കുറച്ചിഷ്ടം ഇടുക്കിയാണ്. കാരണം വെച്ചാൽ കാലാവസ്ഥ കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് ഇത്തിരി ഇഷ്ടം ഇടുക്കണം. എന്നാലും മാറാൻ കുഴപ്പമില്ല കേട്ടോ. സ്ഥലമാ ചോദിച്ചേ, ഇടുക്കിയാണോ മാളയാണോ? എനിക്ക് എന്റെ അതാണ് കേട്ടോ ഇഷ്ടം. ജനിച്ച നാടും പെറ്റതല്ല ആർക്കും ഇഷ്ടമില്ലായിരുന്നു. നമുക്ക് എനിക്കിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് അമ്മന്റെ അടുത്ത് പോകാണ് ശരി, എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ഓരോ സ്ഥലത്ത് പിടിക്കാല്ലോ. പോകുന്ന ഒരു വാഗമൺ കയറി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കാറ്റടിക്കുമ്പോഴത്തേക്കാരും ഒരു സുഖമാണ് കേട്ടോ. അത്രയ്ക്ക് ഒരു ഫീലിങ്സ് ആണ്. ഭയങ്കര ഒരു കാര്യമാണ്. അടുത്തത് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അമ്മൂസിന്റെ കുഞ്ഞിന് പേര് കണ്ടുപിടിച്ചോ? ഇതുവരെ കണ്ടുപിടിച്ചില്ല. നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നത് കണ്ടിട്ടുണ്ട്. ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. നോക്കിയിട്ട് ഉടനെ തന്നെ പറയണമായിരിക്കും. അടുത്ത് അന്ന എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിരുന്നതാണ് കേട്ടോ. ശ്രീകുട്ടൻ ഞങ്ങളുടെ ആരാണ്? ശ്രീകുട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിന്ധു അമ്മയുടെ മൂത്ത ആങ്ങളയുടെ രണ്ടാമത്തെ മോനാണ്. ഒരു 3 മോനേ ഉള്ളൂ, 2 പെൺപിള്ളേരും 1 മോനുമാണ്. മൂത്ത ആങ്ങളുടെ മോനാണ്. മൂത്ത ആങ്ങളുടെ മോനാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. കുഞ്ചൂസിനെ പോലെ അമ്മൂസിനെയും പ്രസവിച്ചു കഴിഞ്ഞ് 90 മുമ്പ് പറഞ്ഞയക്കുമോ? അത് സിന്ധുവമ്മയോടാണ് കേട്ടോ ചോദിച്ചത്. അത് എന്റെ അഭിപ്രായം പറഞ്ഞില്ല. 90 സാധാരണ പെൺപിള്ളേരുടെ ഒരു ഇത്. പിന്നെ കുഞ്ചൂസിനെ ഞാൻ പറഞ്ഞില്ല 90 കൊണ്ടുവരണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയാന്ന് പറഞ്ഞാലും അവനവന്റെ അമ്മ നോക്കുന്ന ഒരു പറ്റിയ അമ്മയോളം വരികയല്ല. എത്രയാന്ന് പറഞ്ഞാലും അമ്മായിമ്മമാര്. ഞാൻ കുഞ്ഞോൾക്ക് നോക്കുന്നില്ലെന്നല്ല, അയാളത് പറയത്തുമില്ല. പക്ഷെ എത്രയാണെങ്കിലും അമ്മയുടെ അടുത്തുള്ള കളിച്ചിരി ഇവിടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ വേറൊന്നും ഇല്ല. ചിരിയും മറിച്ചിട്ടുണ്ടാ. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ ഒരു ശകലം പേടിയോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഓരോ വീഡിയോ എടുത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇതായിട്ട് വഴക്കാനോ അങ്ങനൊന്നും അല്ല. ഇച്ചിരി കൂടെ അവരൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ പെൺപിള്ളേർക്കും അതെ. അതിപ്പോ ഏത് പെൺപിള്ളേരെ എടുത്ത് നോക്കിയാലും അവരെ നോക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്റെ അപ്പനെ മൊട്ടസുനിന്ന് വിളിക്കാം. അവിടെ എനിക്ക് അച്ഛനെ വിളിക്കാൻ പറ്റുമോ? 90 കഴിഞ്ഞ് വിടാനാണ് എന്റെ മനസ്സിലെ പ്ലാന്. പിന്നെ കുഞ്ചൂസിനെ അവിടെ അമ്മയും അച്ഛനാണേലും പറഞ്ഞ 90 കഴിഞ്ഞു. അപ്പൂന്റെ ഒറ്റ റിസ്കില് ഇവളുടെ ഒറ്റ റിസ്കില് അവർ രണ്ടുപേരും ആലോചിച്ചു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും സാരമില്ല. അതൊരു ഇഷ്ടമുള്ളടത്തോട്ട് നേരത്തെ സാഹചര്യം അടുത്ത എന്നോടാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അമ്മു വിച്ചു നാടനായിട്ട് നടക്കുന്നതാണോ അതോ മോഡേൺ ആയിട്ട് നടക്കുന്നതാണോ ഇഷ്ടം? അതൊക്കെ വിച്ചുവിന്റെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിനൊന്നും ഞാൻ ഒരിക്കലും തലയിടത്തില്ല കേട്ടോ. വിച്ചു നാടനായിട്ട് കാണാനും മോഡേൺ ആയിട്ട് കാണാനും എനിക്ക് ഇഷ്ടമാണ്. രണ്ടിനും ഞാൻ ഫുൾ സപ്പോർട്ടാണ്. അതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പം എല്ലാരും കമന്റിൽ ഇടുന്നുണ്ട് കേട്ടോ. വിഷ്ണു ചേട്ടൻ എന്താണ് മുടി വെട്ടാത്തത്? മുടി വെട്ടിക്കൂടെ, താടി വെട്ടിക്കൂടെ? വിച്ചുവിനോട് അമ്മ പറഞ്ഞേക്കുന്നത് സുധാമ പറഞ്ഞേക്കുന്നത് വളർത്തിയിട്ട് പുറകോട്ട് പിടിച്ചിടാന്ന് കെട്ടി വയ്ക്കുമെന്ന് അമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു മോൻ വെട്ടാത്തത്. എനിക്ക് അറിയില്ല. ഇനി പോയി വെട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. എങ്ങനെയാണെന്നാലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. നിങ്ങൾ പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പത്തെ യൂട്യൂബ് വരുമാനമാണ് കേട്ടോ. നമ്മുടെ ഇപ്പത്തെ യൂട്യൂബ് വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50-നും 60-നും ഒക്കെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഓരോ മാസം ഓരോ രീതിയാണ്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. അപ്പം 50-നും 60-നും ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. കൂടുതൽ കിട്ടണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം. അടുത്തത് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട്. അമ്പിളി ചേച്ചി എന്താ അതേപോലെ വന്നിട്ട് വേഗം പോകുന്ന സ്വന്തം വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നുകൂടി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമ്പിളി പറയേണ്ടതായിരുന്നു മറുപടി. അമ്പിളി നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 ദിവസമൊക്കെ ആയിരുന്നു അമ്പിളിയും കറക്റ്റ് നമ്മുടെ മറ്റേ വീടായിരുന്നു നിൽക്കുകയും മറന്നൊക്കെ ചെയ്യുമായിരുന്നു. അച്ചുകൂട്ടായിരുന്നപ്പോഴത്തേക്കും 2-3 ദിവസം. ഇപ്പൊ എന്ന് വെച്ചാൽ അവരുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഒരു പോയ ഒരു വീടാണ്. അപ്പൊ അവർക്ക് വീടൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ അമ്മ അന്നെന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ ചെറുപ്പമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി കൂടെ പ്രായമായി. പിന്നെ ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലവും പ്രഷറും കൂടുതലും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്ക്. അപ്പം അമ്മേനെ തന്നെ ഇട്ടിട്ട് വരാൻ ഈയിടെ വന്നിട്ടാണ് അമ്മ എനിക്ക് അതൊരു ബുദ്ധിമുട്ടല്ലോ, എങ്ങനെയാണ് അമ്മേനെ തന്നെ ഇട്ടിട്ട് വരുന്നേ എന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു കേട്ടോ. വീടെന്ന് പറഞ്ഞാൽ വനത്തിന്റെ അതിരാണ്.
അപ്പൊ അവിടെ ജെണ്ടയൊക്കെ പോലെ ഒരു കാന പോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിൽ അങ്ങനെ തിരിച്ചു ഇനി ഇന്ന് വന്നിട്ട് പറയും ഞാൻ നാളെ ഉറപ്പായിട്ടും വരാൻ കേട്ടോ നമ്മൾ ഒറ്റ അപ്പം പിന്നെ അടുത്ത വർഷമൊക്കെ ഉച്ചമ്പലത്തിൽ എത്ര ആനയും ഒക്കെ വരുന്നു തോട്ടിൽ കൂടെ അമ്മൂന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് കുഞ്ചൂസിന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം ഒരു കല്യാണം കഴിഞ്ഞ ഒരു ഉത്തരവാദിത്വവും പ്രാരാബ്ദവും അവനവന്റെ മക്കളും അവനവന്റെ അമ്മായിമ്മയും അമ്മായിപ്പനും ഒക്കെ ആയി കഴിഞ്ഞാൽ എപ്പോഴും ഓടി ഓടി പോയി കിട്ടിനി പോകുന്നു അതൊന്നും നടപടിയുള്ള കാര്യമില്ല അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവരുടെ പറമ്പിലാണെന്ന് മണി കഴിയുമ്പോൾ കാപ്പി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം കാര്യങ്ങളെല്ലാം ചെയ്യണം അത്യാവശ്യം പണിയുണ്ട് ഇവിടെ അമ്മ വന്നപ്പോഴാണ് അതാ പറഞ്ഞേ അത്യാവശ്യം നല്ല പണിയുണ്ട് പണി കാര്യങ്ങളും ഉണ്ട് പ്രാവശ്യം ഞാൻ കണ്ടുപോലും ആ അതെ പപ്പാനെ ചിലപ്പോ കടയിൽ അല്ല കഴിഞ്ഞ വർഷം 10 വർഷം കണ്ടിട്ടായിരിക്കും വേഗം ഓടിപ്പോകുന്നത് അത് വേറെ ഒന്നും കൊണ്ടും അല്ല അത് ഒരുപാട് നെഗറ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു അത് ഒരിക്കലും വേറെ ഒന്നും കൊണ്ടും അല്ല അവളെ ഇവിടുത്തെ മൂത്തത് അവള് കഴിഞ്ഞിട്ട് അവള് ബാക്കിയല്ലായിരുന്നു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരെ അവരുടെ കുടുംബത്തിന്റെ അതുകൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും വീടൊക്കെ ആണെങ്കിലും പുറകിലെല്ലാം എല്ലാം പോയി കിടക്കണം അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവള് തന്നെ 2 പ്രാവശ്യം വന്ന് 2 ദിവസം വെച്ച് നിന്നു ആരോടൊപ്പം വരികയില്ല പെരുമ്പാമ്പ് വരെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ അത് വീട്ടിലല്ല കേട്ടോ വീടിന്റെ പരിസരത്തൊക്കെ വനത്തിന് തൊട്ടതിരാണ് ഇവരുടെ വീടാണ് ആ വീട് കഴിഞ്ഞ അടുത്ത് കാണാം അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് അശ്വതി എച്ചു എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മൂസിന്റെ മുടിയുടെ രഹസ്യം എന്താണ് മുടിയുടെ ഒരു ഓയിലാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് സിന്ധമ്മയുടെ ഒക്കെ തട്ടിക്കൂട്ട് ഞാൻ പഠിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ അതാണ് അത് വേണമെങ്കിൽ എല്ലാരും കമന്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്കും ഒക്കെ മുടി ഉണ്ടായിരുന്നു ആ മുടി കിട്ടിയേക്കുന്നത് അതല്ല കേട്ടോ സത്യം ഞാന് അവിടെ ചെന്ന പിന്നെ ഞാനാണ് എണ്ണ കാച്ചാൻ തുടങ്ങി ഇപ്പൊ ഞാൻ വന്നപ്പോഴും എണ്ണ കാച്ചി വെച്ചിട്ടാണ് അമ്മ 2 പ്രാവശ്യം പപ്പായ്ക്ക് എണ്ണ വെച്ച് കൊടുത്താ കണ്ടോ തലയിലെട്ട് മുടിയാണ് അടുത്ത സിന്ധോമയാണ് കേട്ടോ ക്വസ്റ്റ്യൻ സിന്ധോമയ്ക്ക് എത്ര ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ട് അവരുടെ അടുത്തേക്കൊന്നും പോകാറില്ലേ ബ്ലോഗിലൊന്നും കാണാറില്ല അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ എനിക്ക് ഞങ്ങൾ 8 മക്കളാണ് 2 ചേച്ചിമാരും 2 അനിയത്തിമാരും ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഒരു അനിയത്തിന്റെ വീട്ടിൽ പോയായിരുന്നല്ലോ ഇപ്പൊ ഈ കൊറോണ പ്രമാണിച്ച് അധികം പോകാൻ ആരുടെയും വീടുകളിലേക്ക് ഇങ്ങും പോകാൻ പറ്റിയിട്ടില്ല പിന്നെ മുഖത്തേങ്ങളെ കുട്ടികളുടെ ഇടയിൽ മിക്കവാറും പോകാറുണ്ട് ഞാനങ്ങനെ അധികം പോകാറില്ല ഇവര് അപ്പൊക്കെ പോയി വീഡിയോ എടുക്കാറുണ്ടല്ലോ പിന്നെ അവിടെ എല്ലായിടത്തും പോട്ടെ സന്തോഷമാരുടെ അമ്മയുടെ വീട്ടിൽ എല്ലായിടത്തും പോകും പക്ഷെ അധികം അങ്ങോട്ടേക്ക് വീഡിയോ 3 പേരും ഒരു അനിയത്തി അവിടെ തന്നെയാണ് താമസിക്കുന്നത് അവിടെ പോകുമ്പോ 4 വീട്ടിൽ നിന്നും പിന്നെ ഒരാൾ മുട്ടയത്തും ഒരാൾ കോട്ടയത്തൊക്കെ അവിടെ ഈ കൊറോണ കാരണം ഒന്നും പോകാൻ പറ്റില്ല പോകുമ്പോ ഉറപ്പായിട്ട് കാണിക്കാം കേട്ടോ അടുത്തത് ശ്രീലക്ഷ്മി എന്ന് വന്ന ചേച്ചിയാണ് കേട്ടോ ഒരു നാത്തുൻ എന്ന നിലയിൽ കാര്യങ്ങൾ പക്വതയോടെ പ്രവർത്തിക്കുന്നത് തത്തമ്മ ചേച്ചിയാണ് സുഗന്യാണ് അത് എന്നാണ് കേട്ടോ ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ് രണ്ടുപേരും നല്ല പക്വതയോടെ തന്നെയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് കുഞ്ചൂസ് ആണെങ്കിൽ ഞാൻ കുഞ്ചൂസിനെ പറ്റി പറയുകയാണെങ്കിൽ അവള് എല്ലാ കാര്യവും കുഞ്ഞാഞ്ഞോട് പറയാ ചേച്ചാ അവൾക്ക് അതില്ല ഇതില്ല അത് ചെയ്തു കൊടുക്കണം നമുക്ക് അങ്ങനെയാണ് അവള് തത്തമ്മ ചേച്ചി ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടുപേരും നല്ല ഇതോടെ കൂടിയാണ് കേട്ടോ സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത് പ്രായത്തിന്റേതായ വ്യത്യാസങ്ങളും പ്രായത്തിന്റേതായ വ്യത്യാസമുണ്ട് ഇപ്പം കുറച്ചുകൂടെ ഇത് ഈടൊക്കെ ഉമ്മ രണ്ടുപേരും സംസാരിക്കും ഉമ്മയുടെ അറിയില്ല ഞാൻ ശ്രദ്ധിക്കുന്നത് ഞങ്ങള് തമ്മിൽ എടാപോടാബന്ധമാണ് പക്ഷെ ചേച്ചിയായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് റെസ്പെക്ട് കൊടുത്തേ ഞാൻ നിൽക്കത്തുള്ളൂ കാരണം ചേച്ചിക്ക് അമ്പിളി ചേച്ചിയുടെ ആ ഒരു ഏജ് ഉണ്ട് അപ്പൊ അമ്പിളി ചേച്ചിയോട് ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുക അതുപോലെ തന്നെയാണ് ചേച്ചി എടുക്കുക പക്ഷെ കുഞ്ചൂസ് ഞാൻ 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പം അതിന്റേതായ കൂട്ടുകാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി കേട്ടോ അടുത്ത ഒരു ഇതുകൂടെ ഉള്ളൂ കേട്ടോ ക്വസ്റ്റനും കൂടെ ഉള്ളൂ ചേച്ചിയുടെ ഭാഷ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ ആയിരുന്നോ അതോ കല്യാണം കഴിഞ്ഞിട്ട് ഭാഷ മാറിയതാണോ അത് എറണാകുളത്ത് ആർക്കിടെക്ചറിൽ പോയപ്പോ ഇങ്ങനെ ഇത്ര എന്നാലും ഞാൻ ഇടുക്കിയിൽ വരുമ്പോൾ ഇടുക്കി സ്റ്റൈലിൽ സംസാരിക്കും തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ സംസാരിക്കുന്നതാണ് എല്ലാരും പറഞ്ഞത് പക്ഷെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല കുറച്ചൊക്കെ അത് അവിടെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആ ഒരു സ്ലാങ് ആയി പോകുന്നത് അമ്മ ഇങ്ങനെ എല്ലാം കൂടെ നീട്ടി കുറുക്കൊരു പെരുമാതിനെ പോടെ പറഞ്ഞു വിടും സത്യം പറഞ്ഞാൽ എനിക്ക് പപ്പായ്ക്കൊക്കെ അമ്മയും അച്ഛനും പറയുന്നത് ചിലതൊന്നും മനസ്സിലായി അന്നേരം അച്ഛൻ എന്നാടി പറഞ്ഞു അല്ലെ അന്നേരം അമ്മ എന്നാടി പറഞ്ഞത് രണ്ടാമത് റിപ്പീറ്റ് ചോദിക്കുന്നത് ചോദിക്കല മനസ്സിലായി ചിലത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കില്ല കേട്ടോ തത്തമ്മ പറയുന്നത് ചെറുത് മനസ്സിലാക്കില്ല കേട്ട് കേട്ടായിരിക്കാം അപ്പം നമ്മള് ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോ അവിടുത്തെ ഇത് കേട്ട് ആ ഒരു ഇതിലോട്ടാണ് പക്ഷെ ഇവിടെ വന്നു ഇവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഈ ഒരു സ്ലാങ്ങിലോട്ട് അത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംസാരത്തില്ല ഇവരോട് നീട്ടലും കൊടുക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊല്ലംകാരുടെയും ഒക്കെ അമ്മയോടൊക്കെ ഒരു കാര്യം അമ്മയോട് നമ്മൾ ചോദിച്ചു അമ്മയോട് നമ്മൾ റിപ്പീറ്റ് അമ്മ നമ്മളോട് ചോദിച്ചു അപ്പം മനസ്സിലായില്ല എന്ന് വെച്ചിരിക്കണം അമ്മ താടിക്കിട്ടൊരു തട്ടുകൂടെ തരും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒന്നും ചോദിക്കാണ്ട് കേട്ടതിന്റെ മനസ്സിലായാലും മനസ്സിലായില്ല തലവിലേക്ക് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഒരു കൊച്ചു ക്യൂന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു
അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചാനലിൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ വേഗം പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കേട്ടോ. കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടെ ഇടിച്ചു പിടിച്ചേക്കണേ. അപ്പൊ ടാറ്റാ.